പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഒരു സമകാലിക വിഷയം എന്ന നിലയിലാണ് വിഷയം നിശ്ചയിച്ച സമയത്ത് സുംബയിൽ വിരിയുന്ന തെളിവാനം എന്ന ഒരു ടൈറ്റിൽ തിരഞ്ഞെടുത്തത്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പുതിയ ചർച്ചകൾ വന്നു. നമ്മളുടെ പൊതുമണ്ഡലത്തിൻ്റെ ശ്രദ്ധ അങ്ങോട്ടൊക്കെ മാറിപ്പോയി. പിന്നീടാണ് ഈ കാൽകഴുകൽ ഗുരുപൂജ എന്നൊക്കെ പറയുന്ന വലിയ ചർച്ച വിവാദമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ കീം എന്ന് പറയുന്ന ഒരു എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മാർക്ക് സമീകരണത്തിൻ്റെ പ്രശ്നങ്ങൾ വേറൊരു മേഖലയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ച ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാവുകയും അതിനെ തുടർന്ന് സ്കൂളിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സമകാലിക ശ്രദ്ധ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ സുംബയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നം പരിഹരിച്ചോ എന്ന് ചോദിച്ചാൽ പരിഹരിച്ചിട്ടില്ല. നമ്മളുടെ വിവാദങ്ങൾ, തർക്കങ്ങൾ, താല്പര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, പ്രശ്നം അവിടെ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ് ഈ തെളിവാനം എന്ന് ചിലപ്പോൾ ആളുകൾക്ക് സംശയം വന്നേക്കാം. അത് ഈ പ്രശ്നത്തിനുള്ള പലവിധമായിട്ടുള്ള ആലോചനകളും പര്യാലോചനകളും പരിഹാര നടപടികളും ഒക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തരത്തിലുള്ള ശ്രമങ്ങൾ, ഒരുപാട് തരത്തിലുള്ള പദ്ധതികൾ, പരിപാടികൾ ഇന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അതിലേക്ക് കുട്ടികൾ ചെന്നുപെടുന്നതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി നടക്കുന്ന പലവിധമായ പ്രവർത്തനങ്ങൾ. ഒന്ന്, പൊതുവിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് വകുപ്പും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. വിമുക്തി എന്ന പേരിൽ എക്സൈസ് ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേരാണ് തെളിവാനം വരയ്ക്കുന്നവർ എന്ന്. അപ്പോൾ അവിടെ നിന്നാണ് തെളിവാനം എന്നൊരു വാക്കും കൊണ്ട് എടുത്തത്. അതിൽ ഒരു കുട്ടി, ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു പരിപാടിക്കിടെ ഒരു കുട്ടി, അതിൽ ആദരിക്കപ്പെടേണ്ട ഒരു കായിക പ്രതിഭയായ ഒരു കുട്ടി പെട്ടെന്ന് വ്യത്യസ്തമായ രീതി പെരുമാറുകയും സ്കൂളിൻ്റെ മുകളിൽ താഴേക്ക് ചാടുകയും ചെയ്യുന്നു. അന്വേഷിച്ചപ്പോൾ കുട്ടി ലഹരിക്ക് അടിമയാണ് എന്ന് മനസ്സിലാവുന്നു. അത് മറ്റു കുട്ടികൾ വലിയ ഒരു ആഘാതം ഉണ്ടാക്കുന്നു. അവരിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നു. അവർ തന്നെ ഇതിനെതിരായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ ഏറ്റെടുക്കുന്നു. സ്കൂളിൽ ഓരോരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നു. അങ്ങനെ ഒരു തെളിവാനത്തേക്ക്, തെളിഞ്ഞ ആകാശത്തേക്ക് പക്ഷികൾ പറന്നു പോകുന്ന ഒരു സാഹചര്യം, ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ട് അവസാനിക്കുന്ന ഒരു പുസ്തകമാണിത്. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും മേഘങ്ങൾ കൊണ്ട് കലുഷിതമായിരുന്ന ആകാശം അങ്ങനെ തെളിഞ്ഞു വരികയൊക്കെ ചെയ്യുന്നൊരു സങ്കല്പമാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രശ്നം പരിഹരിച്ചൊരവസ്ഥ എന്നതാണ് തെളിവാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, മറ്റു പ്രവർത്തനങ്ങളും പരിപാടികളും സാധ്യതകളും പദ്ധതികളും നടക്കുന്നുണ്ട് എന്നുള്ളതിലേക്ക് സൂചന കൂടിയായിട്ടാണ് ആ വാക്കതിൽ നിന്നെടുത്ത്. ഈ ഒരു പുസ്തകം മാത്രമല്ല, കരുതൽ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി, പിന്നെ എന്താ പറയുക, നന്മ പൂക്കും നാളേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കൈപ്പുസ്തകങ്ങൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികൾ ഇതിൻ്റെ ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ പൊതുവെ ഈ ചർച്ച മുന്നോട്ട് വെക്കുമ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു പോപ്പുലിസ്റ്റിക് ആയിട്ടുണ്ടാകുന്ന ചില ആശയങ്ങളുണ്ട്, ചില ചിന്താഗതികളുണ്ട്. അതിനെ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ഇതൊരു പുതിയ തലമുറയുടെ പ്രശ്നമാണ്. ഈ പുതിയ തലമുറ ആകെ പ്രശ്നത്തിലാണ്. പുതിയ കുട്ടികൾ, ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു തലമുറയുടെ പ്രശ്നമായിട്ട് ഇതിനെ, ഒരു തലമുറ പ്രശ്നമായിട്ട് ഇതിനെ കാണുന്ന ഒരു പ്രവണത ഉണ്ട്. പുതിയ തലമുറ ആകെ പ്രശ്നക്കാർ എന്നതാണ് അതിലൂടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് ആകെ പോയി, മൂല്യങ്ങളൊക്കെ നശിച്ചുപോയി എന്നൊരു സങ്കല്പത്തിലെത്തുകയും അങ്ങനെ ഒരു നിഗമനത്തിൽ ആളുകൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത് എല്ലാ കാലത്തും ഉള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് ജയൻ അനുസ്മരണം നടക്കുന്നുണ്ട്. ജയൻ സിനിമകൾ വന്ന കാലത്ത് ജയൻ്റേതുപോലെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഹിപ്പീസ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കഞ്ചാവും പട്ടച്ചാരായും ഒക്കെ സുലഭമായി ലഭിച്ചിരുന്ന നാട്ടുമ്പുറങ്ങളായിരുന്നു നമ്മുടേത്. അപ്പോൾ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏറിയും കുറഞ്ഞും ഉണ്ടായിരുന്നു എന്നും ആളുകളുടെ എണ്ണവും ജീവസാഹചര്യം ഉണ്ടാകുന്ന മാറ്റവും ഇത്തരം സാധനങ്ങളുടെ ലഭ്യതയും ഒക്കെ വരുമ്പോൾ ഇതിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ള തരത്തിൽ ഇതിനെ കാണേണ്ടതുള്ളൂ യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഈ തലമുറയുടെ പ്രശ്നം എന്നുള്ള ഒരു ചിന്താഗതി ഒന്ന് പരിശോധിക്കാം. ഇതിനു വേണ്ടി ഞാൻ ആശ്രയിക്കുന്നത് അക്കാഡമിക് ആൻഡ് സൈക്കോ സോഷ്യൽ ഫംഗ്ഷനിങ് ഓഫ് സ്കൂൾ സ്റ്റുഡൻസ് ഓഫ് കേരള ഇൻ ടൈംസ് ഓഫ് COVID-19 എന്ന പേരിൽ SCERTയുടെ നേതൃത്വത്തിൽ ഒരു പഠനം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കണ്ടായി. 2021-22 കോവിഡിന് ശേഷമുള്ള കാലഘട്ടം നടന്ന. അപ്പോൾ അക്കാലത്ത് ഈ കുട്ടികളിലുണ്ടായിട്ടുള്ള പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങളെ പഠനവിധേയമാക്കിയതിൻ്റെ ചില ഗ്രാഫുകൾ ഞാൻ പരിശോധിച്ചാൽ, ഒന്ന്, ഈ കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ ഡിലിജൻസ്, ഇറിറ്റേഷൻ, ആങ്കർ, ആങ്സൈറ്റി, വറീസ് ഇങ്ങനെയൊക്കെയുള്ളത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്ഡ് എന്ന് പറയാവുന്ന തരത്തിൽ കാണുന്നത് 2%, 3% തുടങ്ങി പരമാവധി 6% വരെയാണ്. പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെയാണ് ബഹുഭൂരിപക്ഷം കുട്ടികളുള്ളത്. മറ്റൊന്ന്, നമ്മൾ പറയുന്നത് ഈ പ്രശ്നങ്ങളിലെല്ലാം കാരണം മൊബൈൽ ഫോണാണ്.
മൊബൈൽ ഫോൺ വന്നതോടുകൂടിയിട്ടാണ് കുട്ടികളൊരു സാമൂഹ്യ വിച്ഛേദനം ഉണ്ടായത് എന്നുള്ളൊരു വാദം മറ്റു തരത്തിൽ ആളുകൾ മുന്നോട്ട് വെക്കുന്നു. ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഒരാൾ പറഞ്ഞ ഉദാഹരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഒക്കെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് പരിചയമുള്ള ആൾ ഇപ്പോൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ആശയവിനിമയം നമ്മുടെ ഇടയിൽ നടക്കണം, ആളുകൾ പരസ്പരം സഹകരിക്കണം അല്ലേ, എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് അവിടെ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് മറ്റൊരാൾക്ക് ഇടം കൊടുക്കുന്നു, പരസ്പരം എല്ലാവരെയും കാണാവുന്ന തരത്തിൽ നിൽക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയാണ്. അപ്പോൾ കുറേ സമയം, കുറേ സംസാരം, കുറേ ആശയവിനിമയമൊക്കെ അതിൻ്റെ കൂടെ നടക്കും. പക്ഷേ ഇന്നൊരു കുട്ടി വിചാരിക്കുകയാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചാൽ ആ കുട്ടിക്ക് വാട്സപ്പിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൽ നിന്ന് ഒരു AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഏറ്റവും നല്ല ഫോട്ടോ, ഏറ്റവും യോജിക്കുന്ന ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഫോട്ടോ ഫോണിൽ വരും. അപ്പോൾ ഒരു തരത്തിലുള്ള ആശയവിനിമയത്തിൻ്റെയോ ചർച്ചയുടെയോ ആളുകൾ പരസ്പരം നിൽക്കുകയോ ഒരാൾക്ക് ഇടം കൊടുക്കുകയോ ചെയ്യേണ്ട ഒരു തരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള വിനിമയത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിച്ഛേദനം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കുട്ടികൾ ജീവിക്കുന്നതെന്നും അതിന് ഏറ്റവും കാരണമാകുന്നത് ഇന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ള സാങ്കേതിക വിദ്യയാണെന്നും അത് മൊബൈൽ ഫോൺ എന്നുള്ള ഉപകരണമാണ് കുട്ടികളിലേക്ക് എത്തുന്നത്, മൊബൈൽ ഫോണാണ് പ്രശ്നം എന്ന നിലയിൽ നമ്മൾ എത്തിച്ചേരുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്തരത്തിലുള്ളൊരു സൗകര്യം അങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതാണ്. ഇത് കുട്ടി ഉണ്ടാക്കിയൊരു സൗകര്യം അല്ലല്ലോ, കുട്ടി അത് ഉപയോഗിക്കുന്ന ഒരാൾ മാത്രമാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം മൊബൈൽ ഫോൺ ഉണ്ടാകണം. മൊബൈൽ ഫോൺ ഉണ്ടാകുന്ന എടുത്ത കാലം, ആദ്യം വന്ന മൊബൈൽ ഫോൺ, അതിന് വന്ന രൂപാന്തരം, ഇതൊക്കെ നമുക്ക് മുതിർന്ന ആളുകൾ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റം അല്ലേ, നമ്മുടെ സാറ്റലൈറ്റുകളുടെ വിക്ഷേപണം, അതിൻ്റെ പ്രവർത്തനം, അതിനെ തുടർന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള AI പോലുള്ള ടൂളുകളുടെ വികാസം, ഇങ്ങനെ എത്രയോ കാലത്തെ നിരന്തരമായ ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ശാസ്ത്രീയ സാങ്കേതിക വിദ്യയിൽ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെയും പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ്, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കമ്പനികൾ, ആ രംഗത്തുണ്ടായ മത്സരം, ഗവൺമെൻറ് ഇതിനുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന നിയമങ്ങൾ, അതുവഴി ബന്ധപ്പെട്ട് ഇതുപോലുള്ള പുതിയ പുതിയ ആപ്ലിക്കേഷനുകൾ കൊടുക്കുന്ന അംഗീകാരം, ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ ഒരു കുട്ടിയുടെ കയ്യിലിരുന്നത്. അപ്പോൾ ഒരു കുട്ടി, ഇന്നത്തെ തലമുറയിലെ പുതിയ തലമുറയിലെ കുട്ടി ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ നമ്മളെല്ലാവരും ചേർന്ന് ഉണ്ടാക്കി കൊടുത്ത ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ അന്തരീക്ഷം മുഴുവൻ സൃഷ്ടിച്ചത്, ഈ സാമൂഹ്യ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചതിൽ ആ കുട്ടിക്കൊരു പങ്കുമില്ല. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് സൃഷ്ടിച്ചു കൊടുത്ത, ഒരു തലമുറയുടെ പിന്നിലുള്ള തലമുറ സൃഷ്ടിച്ചു കൊടുത്ത സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ഇര മാത്രമാണ് ഈ കുട്ടി. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളുടെ കുഴപ്പമാണിത്, കുട്ടികളുടെ പ്രശ്നമാണിത്. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സാമൂഹ്യ വിച്ഛേദനം നടന്നുകൊണ്ട് അവർ ഒറ്റയ്ക്ക് ജീവിക്കുകയും ചെയ്യുകയാണ്. അവർക്ക് ആളുകളോട് ഇടപഴകാൻ അറിയില്ല, പെരുമാറാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് നില വില ചൂണ്ടുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തവരാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പഠനത്തിൽ ഉള്ള ഒരു ഗ്രാഫ് നമ്മൾ പരിശോധിച്ചാൽ, കുട്ടികൾക്ക് മീഡിയ ഉപയോഗത്തിൽ വന്ന ഒരു മാറ്റത്തെ പരിശോധിച്ചാൽ സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്ഡ്. അങ്ങനെ നമുക്ക് ഒരു പ്രശ്ന തരത്തിൽ ഈ അമിതോപയോഗം വന്നു എന്ന് പറയുന്നവരുടെ എണ്ണം 10% താഴെയാണ് കേരളത്തിൽ ഇപ്പോഴും. 10% താഴെയാണ്. കുറച്ചുകൂടെ യഥാർത്ഥത്തിൽ ഇന്ന് പഠനത്തിനും പലവിധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഒരു ഗവേഷണ ഉപാധി എന്ന നിലയിലുമൊക്കെയുള്ള മൊബൈൽ ഫോൺ ഉപയോഗം വെച്ചാൽ അതിൽ കൂടുതൽ കാണേണ്ടതാണ്. എന്നിട്ടും അത്രയേ നമ്മുടെ ഗ്രാഫിൽ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ പറയുന്നത്, നമ്മളീ പറയുന്ന ഇത് മുഴുവൻ ഒരു പ്രശ്നത്തിലേക്ക്, ഒരു ഉത്തരത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമഗ്രതാ നഷ്ടമാണ്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ എന്ന് സൂക്ഷ്മമായിട്ട് ഈ പഠനം വിശകലനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്രാഫുകൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി റിപ്പോർട്ടഡ് പ്രോബ്ലം എമംഗ് സ്റ്റുഡൻസ് ഇൻ ദെയർ ഹൗസ് ഹോൾഡ്സ്, അതായത് LP UP ഒരു പ്രൈമറി തലത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്നിട്ട് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഗ്രാഫ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് സ്കോളാസ്റ്റിക് ആൻഡ് അക്കാദമിക് ഇഷ്യൂസ് എന്നതിലാണ്. അവിടെയാണ് പ്രശ്നം. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും കൊണ്ടുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുറച്ച് താഴെ രണ്ടാമതായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ വ്യത്യാസം വളരെ വലുതാണ്. അപ്പോൾ ഇപ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നം പഠനവുമായി ബന്ധപ്പെട്ടതാണ്, ക്ലാസ് മുറിയിലുള്ള വിനിമയം ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിലെ ഈ കുട്ടികളുടെ പഠനം അങ്ങനെ നടക്കുന്നു, വിദ്യാഭ്യാസം അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരുപാട് രേഖകളുണ്ട്. അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു രേഖ തയ്യാറാക്കിയത് യശ്പാൽ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിജക്ഷനാണ്. ആ രേഖയുടെ പേര് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നാണ്. അതിനകത്ത് വളരെ രസകരമായിട്ടും വളരെ ലളിതമായിട്ടും വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ വിശകലനം ചെയ്തു പോകുന്നതിൻ്റെ ഇടയിൽ യശ്പാൽ പറയുന്ന ഒരു കാര്യം, കുട്ടികളുടെ അക്കാദമികമായിട്ടുള്ള
യശ്പാൽ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ നിയോഗിച്ചത് കുട്ടികളുടെ സ്കൂൾ ബാഗിൻ്റെ ഭാരം കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ യശ്പാൽ ആ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം, കുട്ടികളുടെ യഥാർത്ഥ ഭാരം എന്ന് പറയുന്നത് ഈ ഫിസിക്കലായിട്ടുള്ള കുട്ടികൾ ചുമക്കുന്ന ബാഗിൻ്റെ ഭാരമല്ല. പിന്നെ എന്താണ്, ക്ലാസ് മുറി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, പക്ഷെ പലതും മനസ്സിലാകുന്നില്ല. ഈ മനസ്സിലാകായ്മയുടെ ഭാരമാണ് കുട്ടികൾ അനുഭവിക്കുന്ന യഥാർത്ഥ ഭാരം എന്ന് അന്ന് യശ്പാൽ പറയുന്നുണ്ട്. അത് ഇപ്പോഴും അതേ അർത്ഥത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ പഠനത്തിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്നത്. അപ്പോൾ കുട്ടികളിൽ കൂടിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ ഈ മൊബൈൽ ഫോണോ മയക്കുമരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ക്ലാസ് മുറിയിൽ പഠിപ്പിക്കപ്പെടുന്ന പലതും കുട്ടികൾക്ക് യോജിക്കുന്നതല്ല, അല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലാകുന്നില്ല, അവർക്കത് പഠിക്കാൻ പറ്റുന്നില്ല. ഈ പ്രശ്നമാണ് ഏറ്റവും ഉയർന്ന തോതിൽ കുട്ടികളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് ഈ ഒരു പഠനം വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നതേയില്ല, ഇത്തരം വിശകലനങ്ങൾ നടക്കുന്നതേയില്ല. ഒരു പ്രശ്നം അതിനൊരു പരിഹാരം, ഒരു പ്രശ്നങ്ങൾ ഒറ്റമൂലികൾക്കാണ് ഇവിടെ വിപണിയുള്ളത് ഇപ്പോഴും. അതുകൊണ്ട് ഒരു പ്രശ്നം ഒരൊറ്റ പരിഹാരം എന്നുള്ളത് അതിലേക്ക് ഞാൻ വരാം. മറ്റൊന്ന് നോക്കും, പിന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികളിലേക്ക് എത്തുമ്പോഴേക്കും ആ ഗ്രാഫും പരിശോധിച്ചാൽ ഹൈസ്കൂൾ തലത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള സ്കോളാസ്റ്റിക് അല്ലെങ്കിൽ അക്കാഡമിക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ തന്നെയാണ്. താഴെ മൊബൈൽ ഫോൺ സംബന്ധിച്ച പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഹയർ സെക്കൻഡറി എത്തുമ്പോഴേക്കും ഏകദേശം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ മേൽക്കൈ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ഇത്തരത്തിലുള്ള വൈകാരികമായ പെരുമാറ്റപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ട് അധ്യാപകരിൽ നിന്നുള്ള വിവരശേഖരണം നടത്തി അതിനകത്തും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അക്കാദമിക് ഡിഫിക്കൽറ്റീസ് എന്നുള്ള മേഖലയിൽ തന്നെയാണ്. പഠനവുമായി ബന്ധപ്പെട്ട ക്ലാസ് മുറിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ അധ്യാപകരും അപ്പോൾ വീട്ടിൽ നിന്നായാലും അധ്യാപകരുടെ ഭാഗത്തു നിന്നായാലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം പഠനവുമായി ബന്ധപ്പെട്ട ക്ലാസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ കുറച്ച് ആഴത്തിൽ പരിശോധിക്കേണ്ടത് എന്ന് തോന്നുന്നു. ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് സംബന്ധിച്ച് പലതരത്തിലുള്ള രേഖകളും പലതരത്തിലുള്ള സമീപനങ്ങളും ദേശീയ തലത്തിലും നമ്മളുടെ സംസ്ഥാന തലത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് NCF. 2005 വന്നിട്ടുള്ള ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂടുണ്ട്. ആ പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ പറയുന്ന ഒരു കാര്യം ഞാനൊന്ന് വായിക്കാം. കുട്ടിയുടെ സർവ്വതോമുഖമായ വികാസമാണല്ലോ വിദ്യാലയങ്ങളുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം നേടാൻ സഹായിക്കും കുട്ടികളുടെ വിദ്യാലയ അനുഭവങ്ങൾ അർത്ഥപൂർണമാക്കുകയും ചെയ്യേണ്ട ഒരു പ്രവർത്തനം ഗൈഡൻസ്, കൗൺസിലിംഗ് എന്നീ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കേണ്ടതുണ്ട്. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005 ഗൈഡൻസും കൗൺസിലിങ്ങും എങ്ങനെയായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. അതുപ്രകാരം ഗൈഡൻസിൻ്റെയും കൗൺസിലിങ്ങിൻ്റെയും തത്വവും പ്രയോഗവും പാഠ്യപദ്ധതി പ്രവർത്തനങ്ങൾ വഴി തന്നെ നടക്കേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ വികാസത്തിനും മാനസികാരോഗ്യത്തിനുമായി മുന്നിട്ടിറങ്ങുന്നതും മുൻകരുതലെടുക്കുന്നതും പ്രോ ആക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആയിരിക്കണം അതിൻ്റെ നിലപാട്. ബാലസൗഹാർദ്ദപരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിച്ചും ദൈനംദിന പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും അവബോധവും ആർജിക്കാൻ കുട്ടികളെ പ്രേരിപ്പിച്ചുമാണ് ഗൈഡൻസ് കൗൺസിലിംഗ് നടപ്പാക്കേണ്ടതെന്ന്. ഇതിൽ 3 കാര്യങ്ങൾ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഇത് പാഠ്യപദ്ധതിയോട് ചേർന്ന് തന്നെ പാഠ്യപദ്ധതിക്ക് അകത്ത് തന്നെ നടക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ പാഠ്യപദ്ധതി ഒരു ഭാഗത്തുനിന്ന് സ്ട്രെസ്സ് മുഴുവൻ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയും വേറൊരു ഭാഗത്ത് ഒറ്റമൂലി പോലെ ഒരു പരിപാടി നടത്തിയിട്ട് ആ സ്ട്രെസ്സിൽ അലിയിപ്പിച്ച് കളയാനും പറ്റും എന്നുള്ള ചിന്താഗതി അല്ലെങ്കിൽ ആ സമീപനം നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സമീപനങ്ങളോ രേഖകളോ തന്നെ അംഗീകരിക്കുന്നില്ല എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ട സമീപനം എന്തായിരിക്കണം? പ്രോ ആക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. എന്താണ് പ്രോ ആക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് എന്നുള്ള ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ കണ്ടു ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളാണ്, പുതിയ തലമുറ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും പഠനങ്ങൾ, ഡാറ്റ നമ്മളോട് പറയുന്നത് വളരെ ചെറിയൊരു ശതമാനത്തിലാണ് ഇത്രയും ഇങ്ങനെ നമ്മൾ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് എന്നാണ്. പക്ഷേ നമ്മൾ ആരോടാണ് പരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാണ് ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അഭിപ്രായം പറയുന്നത് പലപ്പോഴും മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കും, മാനസികാരോഗ്യത്തിലായിരിക്കും, ഡോക്ടർമാരായിരിക്കും, അല്ലെങ്കിൽ പോലീസുകാരായിരിക്കും, അല്ലെങ്കിൽ എക്സൈസുകാരായിരിക്കും. ഇവർ ഈ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും സമീപിക്കുക? അവരുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് വരുന്നത് എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട ആളാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുന്നത്, ഇന്ന് നമുക്ക് സൈക്കോളജിസ്റ്റുകളെ സമീപിക്കാൻ വളരെ പ്രയാസമാണ്, ഒരു സ്റ്റിഗ്മ നിൽക്കുന്നുണ്ട്. ഒരു അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണുന്ന പോലെ മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയോ ഒരു പ്രശ്നമോ വന്നാൽ നേരെ പോയിട്ട് സൈക്കോളജിസ്റ്റ് കാണുന്ന ഒരു
പരിപാടിയൊന്നും നമ്മുടെ നാട്ടിലില്ല. ഒരാൾ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ പരമാവധി അയൽക്കാരറിയാതെ ഒളിച്ചു പോകാനാണ് ആൾ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുകളിലൊരു ചാപ്പ കുത്തപ്പെടും. അങ്ങനെ വന്ന് കണ്ട കുറച്ച് ആളുകളെ വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ കേസുകൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന അവർ കണ്ടുമുട്ടിയ ആളുകൾ വെച്ചുകൊണ്ടാണ് ഇവരിതിനെ മുഴുവൻ വിലയിരുത്തുന്നത്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മാനസിക പ്രശ്നമുള്ളവരായിരിക്കും. പോലീസുകാരെ സംബന്ധിച്ച് എല്ലാവരും പല കേസുകൾ ഏർപ്പെടുന്നവർ. എക്സൈസുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കേസുകളാണ് അവർ കണ്ടത്. അപ്പോൾ ആ ഒരു അവർ കൂടുതൽ കണ്ടതും പരിചയപ്പെട്ടതുമായിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ വെച്ചുകൊണ്ടാണ് അവർ ഈ പ്രശ്നത്തെ കാണുന്നത്. പക്ഷേ സമഗ്രമായ ചിത്രം നമ്മൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയില്ല, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ച നോക്കിയാൽ അറിയാം. കാരണം എന്താ വെച്ചാൽ മധ്യവർഗത്തിന് ഇത്രയധികം സ്വാധീനമുള്ള സമൂഹത്തിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കുട്ടികളും എൻട്രൻസ് എഴുതാൻ പോകുന്നത്. ഇപ്പോൾ ഒരു IIT എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം എടുക്കുക. IIT ആണല്ലോ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനം. അവിടേക്കുള്ള എൻട്രൻസ് പരീക്ഷയാണ്, JEE പോലുള്ള എൻട്രൻസ് പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ IIT-കളുടെ ഒരു ആക്സെപ്റ്റൻസ് റേറ്റ് എത്രയാണെന്നറിയോ? എത്ര കുട്ടികളെ അവർ എടുക്കാൻ പറ്റുന്നുണ്ടെന്നറിയോ? ഈ പരീക്ഷ എഴുതുന്ന 1% താഴെ കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. ബാക്കി 99% ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു? അവരെവിടെ പോകുന്നു? അതല്ലേ ചർച്ച ചെയ്യേണ്ടത്. പകരം ഈ ചർച്ച മുഴുവൻ 1% താഴെയുള്ള ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചു പോകുന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഈ പ്രശ്നം, അതിൻ്റെ പരിഹാരവും നമ്മൾ പറയുന്നത് നമ്മളിടപെടുന്ന, നമ്മൾ കണ്ട, നമ്മളുടെ പരിചിതമായ കുട്ടികളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ്. ഇത്തരത്തിലുള്ള ഡാറ്റ വെച്ചുകൊണ്ട് സമഗ്രമായ ചിത്രം പരിശോധിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിൾ എടുത്താൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം സമീപിക്കേണ്ടത് എങ്ങനെയാണ്? പ്രോ ആക്റ്റീവായിട്ടാണ് സമീപിക്കേണ്ടത്. എന്ന് വെച്ചപ്പോൾ ലഹരി തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. പഴയൊരു പഠനത്തിൽ 1% കുട്ടികൾ ഉണ്ട് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൂടി 10% എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ വിചാരിക്കും. പക്ഷേ ക്ലാസ് മുറിയിൽ വന്നിരിക്കുന്ന കുട്ടികളെ മുഴുവൻ ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടുകൊണ്ടുള്ളൊരു സമീപനമല്ല അധ്യാപനം എടുക്കേണ്ടത്. പക്ഷേ ഈ കുട്ടികൾ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടാകാൻ സാധ്യത പിയർ പ്രഷർ, കൂട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള നിർബന്ധം കൊണ്ടോ, താൻ വലുതായി എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടോ, ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ടോ, മറ്റ് പല മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ ഏതെങ്കിലും കാലത്ത് ഈ കുട്ടി ഇതിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണ്ടുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ എങ്ങനെ തീരുമാനമെടുക്കണം എന്നതിനെ സംബന്ധിച്ച് ഈ കുട്ടിക്കൊരു കൃത്യമായിട്ടുള്ള അവബോധം കൊടുക്കുന്ന തരത്തിൽ ഇടപെടലാണ് നടക്കേണ്ടത്. അതിനെയാണ് നമ്മൾ പ്രോ ആക്റ്റീവായിട്ടുള്ള ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട ആളെ അതിൽ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണ്. അത് റീഹാബിലിറ്റേഷൻ എന്നുള്ള പ്രവർത്തനമാണ്. അതിന് പ്രത്യേകമായ വൈദഗ്ധ്യവും പ്രത്യേകമായ ശേഷിയും നേടിയ ആളുകളാണ് അത് ചെയ്യേണ്ടത്. പൊതുവെ വിദ്യാഭ്യാസത്തിൽ നടക്കേണ്ട ഇടപെടൽ പ്രോ ആക്റ്റീവായ ഇടപെടലാണ്. എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവർ എല്ലാവരും പ്രശ്നക്കാരാണെന്ന മട്ടിലേ അല്ല, ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് അവർ ചെന്നെത്തിയേക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, നമ്മുടെ ജീത് തയ്യിൽ എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനെ നിങ്ങളറിയാം, നാർക്കോപോളിസ് പോലുള്ള കൃതിയൊക്കെ എഴുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു 6 തവണ ആദ്യഘട്ടത്തിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ശരീരം അതിനോട് പൊരുത്തപ്പെട്ടതെന്നാണ്. എന്നുവെച്ചാൽ 6 തവണയും ഛർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ശരീരം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ 6 തവണ ഈ ശരീരം പ്രതിരോധിച്ചപ്പോൾ അത് നിർത്തിയാൽ പോരായിരുന്നു. അങ്ങനെ നിർത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നുള്ളതിന് ജീത്ത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ പറയുന്നത്, ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ നമ്മുടെ തലച്ചോറ് അതിന് അടിപ്പെട്ടു പോയായിരുന്നു. അപ്പോൾ തലച്ചോറ് വേണം എന്ന് ആഗ്രഹിക്കുന്നു, അഡിക്റ്റീവ് ബ്രെയിൻ എന്ന് പറയും. അപ്പോൾ തലച്ചോറിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രോ ആക്റ്റീവായിട്ടുള്ളൊരു സമീപനം എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ രേഖകളെല്ലാം പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ഈ കാണുന്ന ചർച്ചകൾ നോക്കിയാൽ ഒരു റീഹാബിലിറ്റേറ്റീവ്, എല്ലാവരും പ്രശ്നക്കാർ, എല്ലാവരും ഇതിന് ഉപയോഗപ്പെട്ടവർ, എല്ലാവരും അടിപ്പെട്ടവർ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾക്കും അത്തരത്തിൽ ഇടപെടുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾക്കുമാണ് ഇവിടെ പ്രാമുഖ്യം കിട്ടുന്നതെന്നാണ് ഏറ്റവും അവസാനം പറയുന്ന മൂന്നാമത്തെ പോയിന്റ്. ബാലസൗഹാർദ്ദപരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൊരു കാര്യം നമ്മൾ ആലോചിക്കണം. അക്കാദമിക് പ്രഷറാണ്, അത് ഈ പഠനം മനസ്സിലാകാത്ത പ്രശ്നമാണ്. ഇത് മുഴുവൻ എന്തിനാണ് പഠിക്കുന്നത് അറിയാത്ത പ്രശ്നമാണ്. എന്താണ് താൻ എന്ന വ്യക്തി എന്നുള്ള നിലയിൽ തൻ്റെ കഴിവുകൾ എന്താണ്, ശേഷികൾ എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റ് ആരുടെയൊക്കെയോ താല്പര്യത്തിന് വേണ്ടി എന്തൊക്കെയോ പഠിക്കേണ്ടി വരുന്ന കുട്ടിയുടെ സമ്മർദ്ദമാണ് യഥാർത്ഥ പ്രശ്നമെന്നും അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമെന്നും അതാണ് ഒരു പൊതുവായ പ്രശ്നമെന്നും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ നടക്കേണ്ടതെന്നാണ്. പക്ഷേ നമ്മൾ നോക്കി ഈ രംഗത്ത് എന്തൊക്കെ സംവിധാനം ഉണ്ടെന്ന് ചോദിച്ചാൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ പോലീസ്, എക്സൈസ്, പിന്നെ അഡോളസെൻ്റ് കൗൺസിലിംഗ് സെല്ലുകൾ, കരിയർ ഗൈഡൻസ് സെല്ലുകൾ, മഹിളാ സമക്യ സൊസൈറ്റി, കുടുംബശ്രീ, പോലീസ്, CWC, വനിതാ ശിശു വികസന വകുപ്പ് തുടങ്ങി ഒരുപാട് ഏജൻസികൾ, ഒരുപാട് സംവിധാനങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രോ ആക്റ്റീവ് റോൾ എന്ന് പറയുന്ന തരത്തിൽ ഇടപെടുന്ന സംവിധാനങ്ങൾ ഇതിനകത്ത് കുറവാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ട ആളുകൾ ഒരു പക്ഷേ അധ്യാപകരും നമ്മുടെ രക്ഷിതാക്കളും എല്ലാവരും ചേർന്ന സമൂഹമാണ്. അവരാകട്ടെ ഇത്തരത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകുന്നതേ ഇല്ല. ഇപ്പോൾ ഒരു പരിഹാര നിർദ്ദേശം വന്നു, കഴിഞ്ഞ
ദിവസം വന്ന സോഷ്യൽ മീഡിയയിലാകെ വന്നൊരു ക്ലാസ് മുറിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആകൃതിയിൽ ക്ലാസ് മുറി ക്രമീകരിക്കുക എന്നുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിലെ സ്കൂളിലൊക്കെ അങ്ങനെ ചെയ്തു, കേരളത്തിലെ സ്കൂളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഇത് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ വിപ്ലവം ഒരു സിനിമ പറയുന്നുണ്ടെങ്കിൽ അത് കാണണമല്ലോ എന്ന് കരുതി സിനിമ കണ്ടു. പക്ഷേ ആ സിനിമ ഒരു തരത്തിലും ഈ കാലത്തേക്ക് മാറിയ ക്ലാസ് മുറികളുടെ ആ ഒരു സാഹചര്യം ഉൾക്കൊണ്ടതേ അല്ല. ഈ പറയുന്ന ആകൃതിയിലുള്ള ക്ലാസ് മുറിയൊക്കെ 90കളിൽ മുതൽ പരീക്ഷിക്കുകയും അത് ഒരു ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് അത് പ്രായോഗികമാകുന്നത്. മുഴുവൻ സമയം ഇങ്ങനെ കഴുത്ത് തിരിച്ചിരിക്കുന്ന കുട്ടിക്ക് അത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ കരുതി കുട്ടികളുടെ എണ്ണം, ക്ലാസ്സിൽ നടക്കുന്ന പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ കുട്ടികളുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആശ്രയിച്ചിട്ടാണ് ക്ലാസ് മുറിയിൽ ഇരിപ്പിടമൊക്കെ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ അതൊന്നും പരിഗണിച്ചിട്ടല്ല ഈ പ്രശ്നം വന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ മുൻബെഞ്ചിൽ പഠിക്കുന്ന കുട്ടികൾ, പിൻബെഞ്ചിൽ പഠിക്കാത്ത കുട്ടികൾ. അപ്പോൾ മുൻബെഞ്ചിലുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു പരിഗണനയും ഒരു പ്രിവിലേജും പിൻബെഞ്ചുകാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ പിൻബെഞ്ചുകാർ ഒഴിവാക്കാൻ വേണ്ടി ഷേപ്പിലാക്കുക, പ്രശ്നം പരിഹരിച്ചു. ഇതാണ് ഒറ്റമൂല്യം എന്ന് പറയുന്നത്. ഇങ്ങനെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമേ അല്ല ഇത്. ക്ലാസ് മുറിയുടെ ഇത് എന്താണ്, നമ്മൾ ഈ സിനിമാ രംഗം മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ എപ്പോഴും ഈ പറയുന്ന ഒരു പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ കാര്യം ഇതിനകത്തുണ്ട്. ഇപ്പോൾ എന്താണ്, നമ്മുടെ കറങ്ങുന്ന കസേര വാങ്ങാൻ ലോണിന് അപേക്ഷിച്ച ബാർബർ ബാലൻ്റെ ഒരു കഥ വന്നല്ലോ. കഥ പറയുമ്പോൾ സിനിമ, അദ്ദേഹത്തിൻ്റെ കുട്ടികൾ പഠിക്കുന്നത് വലിയ ഫീസ് കൊടുക്കേണ്ട കോൺവെൻറ്റ് സ്കൂളിലാണ്. അവിടെ ഫീസ് കൊടുക്കാനില്ലാതെ പുറത്താക്കുമ്പോഴാണ് പാരലൽ കോളേജ് പഠിക്കുന്നത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഞ്ജു വാര്യർ ഒരു തിരിച്ചുവരവലിൻ്റെ സമയത്ത് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു, ഉദാഹരണം സുജാത. അപ്പോൾ അതിനകത്ത് മകളും അമ്മയും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ അവിടെ എല്ലാ ആഴ്ചയും പരീക്ഷ. അപ്പോൾ അമ്മയും മകളും തമ്മിലാണ് മത്സരം പരീക്ഷയ്ക്ക് സ്കോർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. വേറെ ഒരു മമ്മൂട്ടി നായകനായിട്ടുള്ള ഒരു സിനിമയുണ്ട്, അതിനകത്ത് ഒരു സംഘം കുട്ടികൾ അവരെ ഈ അനുഭവാധിഷ്ഠിതമായിട്ടുള്ള കുറേ പഠനത്തിലൂടെ കടത്തി വിട്ടിട്ട് അത്ഭുതകരമായ മാറ്റം അവരുണ്ടാക്കിയിട്ട് അവർ പരീക്ഷയൊക്കെ ഇങ്ങനെ മണി പോലെ ഇത് ഓർത്തെടുത്ത് ഉത്തരവെഴുതുന്ന ഒരു സിനിമ വന്നിരുന്നു. മാണിക്യക്കല്ല് എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് ഒറ്റയ്ക്ക് ഒരു വിപ്ലവം നടത്തി കുട്ടികളെ മുഴുവൻ പരീക്ഷയിൽ ചെയ്യും. പരീക്ഷ. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് കുട്ടികൾ പഠിക്കുന്നത്, പരീക്ഷ എഴുതി ജയിക്കുന്നവരാണ് ഈ നാടിനെ മുഴുവൻ കൊണ്ടു നടക്കുന്നത് എന്നുള്ള വ്യാജമായിട്ടുള്ളൊരു ബോധം ആണ് ഇപ്പോഴും നമ്മളുടെ സിനിമകളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത്. അപ്പോൾ ഈ മാർക്ക് കിട്ടുന്ന, നന്നായി പഠിക്കുന്ന എന്നൊക്കെ നമ്മൾ പറയുന്ന കുട്ടികളാണ് മുൻബെഞ്ചുകാർ, അത് പറ്റാതെ പിൻബെഞ്ചുകാർ. പക്ഷെ നമുക്കറിയാം ഈ പരീക്ഷ ജയിച്ചവരൊന്നല്ല ഈ നാടിനെ നമുക്കിന്ന് ജീവിക്കാൻ പറ്റുന്ന തരത്തിലാക്കുന്നത്. ഈ കലാകാരന്മാരോ രാഷ്ട്രീയക്കാരോ സാമൂഹ്യ പ്രവർത്തകരോ പല സ്ഥാപനങ്ങൾ തുടങ്ങുന്നവരോ ചെറുകിട കച്ചവടക്കാരോ പല ജോലികൾ ചെയ്യുന്നവരോ തുടങ്ങി നമ്മുടെ നാട്ടിൽ കാണുന്ന പല ആളുകളും പല പരീക്ഷകളും തോറ്റവരാണ്. യഥാർത്ഥത്തിൽ തോറ്റവർ സൃഷ്ടിച്ച ലോകത്താണ് നമ്മൾക്ക് പരീക്ഷ അരിച്ചെടുത്ത് മാത്രമാണ്. എന്താണ് പരീക്ഷ ചെയ്യുന്ന ധർമ്മം എന്നുള്ളത് നമ്മൾ മുൻപ് പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അത്തരത്തിൽ ഒരു സംഗതി നിലനിൽക്കുന്നത് പലർക്കും ആവശ്യമാണ്. ഒന്ന്, സമൂഹത്തിൽ എപ്പോഴും അതീശത്വം പുലർത്തുന്ന ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ ഒരു തലമുറ നിന്ന് വേറെ തലമുറയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതീശ ആശയങ്ങളുടെ പിന്തുടർച്ചയ്ക്ക് വേണ്ടി പരീക്ഷയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനം നിലനിർത്തേണ്ടതുണ്ട്. രണ്ട്, ഇങ്ങനെ വരുന്ന ആളുകൾക്ക് വലിയ തൊഴിലും വലിയ സാമൂഹ്യ അംഗീകാരവും ഉദ്യോഗം കിട്ടുമ്പോൾ അവർക്ക് വാങ്ങൽ ശേഷി കൂടും. അപ്പോൾ അതൊരു കച്ചവട സാധ്യതയുണ്ട്. വാങ്ങൽ ശേഷി എന്ന് വെച്ചാൽ സമ്മതി നിർമ്മിതി, മാനുഫാക്ചർ ഓഫ് കൺസെൻറ്റിന് ഇതാവശ്യമാണ്. പിന്നെ ഭരണ സംവിധാനം, ഒരു ഹയറാർക്കി, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഹയറാർക്കി ഉണ്ട്, തട്ടുതിരിഞ്ഞ ഒരു സാമൂഹ്യ സംവിധാനമാണ്. അതിൻ്റെ മുകളിൽ വരുന്ന എപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ ആ മുകളിൽ നിന്നുകൊണ്ട് അധികാരവും അല്ലെങ്കിൽ അത്യാവശ്യം ജീവിത സാഹചര്യമൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സാമൂഹ്യ ശ്രേണിയും ഈ തട്ടുതിരിഞ്ഞുള്ള വ്യവസ്ഥ അങ്ങനെ തന്നെ അപ്പോൾ വ്യവസ്ഥിതി നിലനിർത്താൻ വേണ്ടിയിട്ടും വിദ്യാഭ്യാസം ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായിട്ട് നടത്തപ്പെടുന്ന ഒരു സംഗതിയൊന്നുമല്ല. ഇത്തരത്തിൽ പലതരത്തിലുള്ള താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അത്തരം താല്പര്യങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ ഈ പരീക്ഷാ കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനം ആർജിക്കണം. അല്ലാതെ ഏറ്റവും അവസാനത്തെ കുട്ടിയും നിരവധിയായിട്ടുള്ള കഴിവുകളോടെ ജനിച്ച ഒരാളാണെന്നും അയാളിലുള്ള കഴിവ് എന്ത് എന്ന് കണ്ടെത്താനും അതിനെ പിന്തുണയ്ക്കാനും വേണ്ട പിന്തുണയാണ് വിദ്യാലയം എന്ന സംവിധാനത്തിൽ ലഭിക്കേണ്ടതെന്നും അങ്ങനെ ഓരോ കുട്ടിയും സമൂഹത്തിന് ആവശ്യമുള്ളവരാണെന്നും അവരെല്ലാവരും ചേർന്നാണ് നാളത്തെ ലോകത്തെ നിർമ്മിക്കേണ്ടതെന്നും അങ്ങനെ ഇന്നത്തെ ഈ സാമൂഹ്യാവസ്ഥയെ കുറെ കൂടി മെച്ചപ്പെട്ട ഒന്നായി മാറ്റി തീർക്കുന്നതിൽ എന്തൊക്കെയോ പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരാളാണ് മുന്നിലിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി അവരോട് ഇടപഴകുകയും അവരെ വളർത്തുകയും ചെയ്യുന്ന, വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം എന്നുള്ള വിദ്യാലയത്തെ മാറ്റി തീർക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ പരീക്ഷ സംബന്ധിച്ച പരീക്ഷയെ കേന്ദ്രീകരിച്ച് ചർച്ച മാത്രം നിൽക്കുകയും അങ്ങനെ മുമ്പന്മാരും ബിംബന്മാരും തീരുമാനിക്കപ്പെടുകയും അതിന് ഒറ്റമൂല്യ നിർദ്ദേശങ്ങൾ വരികയൊക്കെ ചെയ്യും. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമാക്കാരെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ ഗവേഷണം നടത്തേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. 90കൾക്ക് ശേഷം വന്ന് ഈ മാറ്റത്തെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴും ഈ പരീക്ഷാ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ബെഞ്ച് മാറ്റിയിട്ട പരിഹരിക്കുന്ന പ്രശ്നം എന്നുള്ള രീതിയിൽ തന്നെ അവതരിപ്പിക്കുക, ചർച്ചയൊക്കെ ചെയ്യുന്നത് ഒരു ഒറ്റമൂലി സംഭവമാണ്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കഥ, ഒരു ചെറിയ
ഒരു ചെറിയ കഥ പറയാം. 1976 സൊവറ്റോ പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ടൊരു സമരം നടന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ദക്ഷിണാഫ്രിക്കയിലുള്ള സൊവറ്റോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൻ്റെ കാരണം എന്തായിരുന്നു? അവിടെ സ്കൂളുകളിലെ പഠന മാധ്യമം മാറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ അധിനിവേശ സർക്കാർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവർ ആഫ്രിക്കാൻസ് എന്നുള്ള ഭാഷയിലും ഇംഗ്ലീഷ് എന്നുള്ള ഭാഷയിലും പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഒരുപാട് പ്രാദേശിക ഭാഷയുണ്ട്, ആഫ്രിക്കയുടെ പ്രാദേശിക ഭാഷകളുണ്ട്. അപ്പോൾ ആ ഭാഷകളിലാണ് പഠിക്കേണ്ടത്. ഈ ആഫ്രിക്കാൻസ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഒറിജിനുള്ള പിന്നെ ഡച്ച് എന്ന് വന്നൊക്കെണ്ടായൊരു ഭാഷയാണെന്ന്. എന്തായാലും അത് അധിനിവേശക്കാരുടെ ഭാഷയാണ്, ഞങ്ങളുടെ ഭാഷ ഇതല്ല, ഞങ്ങളുടെ ഭാഷയിൽ പഠിക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് സമരം നടന്നത്. ഈ സമരത്തിൽ കുട്ടികളാണ് ആ സമരം മുന്നിൽ നിന്ന് നയിച്ചത്. ആ സമരം നടക്കുന്ന സമയത്ത് പോലീസുകാർ ആദ്യം പിന്നെ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു, പിന്നീട് വെടിവെച്ചാണെന്ന് പറഞ്ഞു, അല്ല നേരിട്ട് വെടിവെക്കുകയായിരുന്നു പറഞ്ഞു. എന്താണെങ്കിലും ആ വെടിവയ്പ്പിൽ കുട്ടികൾ മരിച്ചു. അപ്പോൾ ഭാഷയ്ക്ക് വേണ്ടി ഒരു സമരം നടക്കുകയും ആ സമരത്തിൽ കുട്ടികൾ രക്തസാക്ഷികളാവുകയും ചെയ്തൊരു ചരിത്രം ഈ സൊവറ്റോ പ്രക്ഷോഭത്തിനുണ്ട്. അന്ന് മരിച്ച ഒരു കുട്ടിയുടെ പേരാണ് ഹെക്ടർ പീറ്റേഴ്സൺ. അദ്ദേഹമാണ് ഇതിൽ ആദ്യത്തെ രക്തസാക്ഷി. 13 വയസ്സേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ ചിത്രം ഒക്കെ നമുക്ക് കാണാം. ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നു, ആ സഹോദരി അതിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു ആയിട്ടുള്ള ചിത്രം കാണുന്നുണ്ട്. ഈ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. വേറൊരു സംഭവം പറയുന്നത് ഇദ്ദേഹമല്ല ആദ്യം വെടിയേറ്റ് മരിച്ച് വേറൊരാളായിരുന്നു. പക്ഷേ അദ്ദേഹം ആ കുട്ടി വെടിയേറ്റ സമയത്ത് അവിടെ അത് പകർത്താൻ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫറുടെ സാന്നിധ്യമാണ് ഈ ചരിത്രത്തെ ഇങ്ങനെ മാറ്റിമറിച്ചതെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഫോട്ടോഗ്രാഫറുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാവോ ഇല്ലാത്തതുകൊണ്ടാവോ എന്തായാലും 13 വയസ്സുള്ള കുട്ടി ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തങ്ങളുടെ ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിൽ രക്തസാക്ഷിയായിട്ടുള്ളൊരു ചരിത്രമാണ് സൊവറ്റോ പ്രക്ഷോഭം പറയുന്നത്. ഇത് 1976 നടന്നൊരു സംഭവമാണ്. അതിനുശേഷം നമുക്ക് ഈ അമേരിക്കയിൽ ബ്ലാക്ക് മാറ്റേഴ്സ് എന്ന് പറഞ്ഞ സമരം രൂപപ്പെട്ടു വരികയും അത് ശക്തി പ്രാപിക്കുകയും 2020 ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ളൊരു ജോർജ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആൾ ഒരു $20 തട്ടിപ്പ് നടത്തിയെന്നുള്ള സംശയത്തിൻ്റെ പേരിൽ പോലീസുകാരെ വിളിച്ചു വരുത്തി. വെളുത്ത വർഗ്ഗക്കാരെ പോലീസുകാരൻ അയാളെ ശ്വാസം മുട്ടിച്ച് കൊന്നൊരു സംഭവം നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതിനുശേഷം ഈ ബ്ലാക്ക് മാറ്റേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം കൂടുതൽ ശക്തി പ്രാപിച്ചു. വലിയ ഒരു പ്രക്ഷോഭമായിട്ട് അത് മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കറുത്ത വർഗ്ഗക്കാരനെ ശ്വാസം മുട്ടിച്ച് കൊന്നതെന്ന് ചോദിച്ചാൽ, ശ്വാസം മുട്ടി മരിക്കുന്ന സമയത്ത് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് അവസാനമായി പറഞ്ഞ ആ വാചകമാണ് ഒരു സമരത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് പിന്നീട് മാറിയത്. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരായ കറുത്ത മനുഷ്യരെന്ന് പറഞ്ഞാൽ അവർ മടിയന്മാരും അലസന്മാരും ബുദ്ധി കുറഞ്ഞവരും ആക്രമണകാരികളുമാണ് എന്നുള്ള വിശ്വാസം കാലങ്ങളായി കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഒരു കറുത്ത വർഗ്ഗക്കാരൻ ആളെ ശ്വാസം മുട്ടി 9 മിനിറ്റ് അയാളെ തറയിൽ അമർത്തി പിടിച്ചിട്ടാണ് അയാൾ മരിച്ചു പോയത്. അത് വലിയ പ്രക്ഷോഭമായിട്ട് മാറി. അപ്പോൾ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിലെ പ്രിൻസിപ്പലിന് ഒരു മെയിൽ വരികയാണ്. മെയിലിൽ എന്താ പറയുന്നത്, ഞങ്ങൾ കുട്ടികൾ നാളെ ക്ലാസ്സിൽ വരുന്നില്ല, ഞങ്ങൾ നാളെ ഈ ബ്ലാക്ക് മാറ്റേഴ്സ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് തെരുവിൽ സമരം ചെയ്യാൻ പോകണം. അപ്പോൾ അവർക്ക് എന്ത് തീരുമാനം എടുക്കണമെന്ന് മനസ്സിലാകുന്നില്ല. കുട്ടികൾ ഇങ്ങനെ തെരുവിൽ സമരത്തിന് ഇറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അച്ചടക്ക പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിന് പ്രശ്നം അതല്ല, എന്തുകൊണ്ടാണ് ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സ്വമേധയാ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും തെരുവിലിറങ്ങാനും തീരുമാനിച്ചത് എന്നുള്ളതിൻ്റെ അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് 1976 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന സൊവറ്റോ പ്രക്ഷോഭം ഈ കുട്ടികളുടെ ക്ലാസ് മുറിയിൽ ഒരു കേസ് സ്റ്റഡി ആയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പഠന മാധ്യമത്തിലൂടെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിക്കുകയും അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഘടകങ്ങൾ വിശകലനം ചെയ്യുകയും എന്തുകൊണ്ടാണ് ആളുകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള വംശീയമായ വർഗപരമായിട്ടുള്ള തരംതിരിവുകൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി ആഴത്തിൽ അതിനെക്കുറിച്ച് അറിയുകയും ചെയ്ത ഒരു വിഭാഗം കുട്ടികളാണ് സ്വമേധയാ ഇത് തങ്ങളുടെ കൂടി ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുകയും സമരത്തിൽ സ്വമേധയാ പങ്കെടുക്കുകയും ചെയ്തതെന്നേ പറയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നത്തെ, കുട്ടികളുടെ ഭാഗത്ത് നമ്മൾ കാണുന്ന പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് അതിൻ്റെ സാമൂഹ്യമായ മാനങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്നും കുട്ടികൾക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള വിശകലനപരമായിട്ടുള്ള പഠനാനുഭവങ്ങൾ അവരുടെ സാമൂഹ്യ ബോധത്തെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുമെന്നുമാണ്. അല്ലാതെ നമ്മൾ ഈ പുതിയ തലമുറ ഉണ്ടാക്കി വെച്ചു പോയ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ വലവീശി പിടിച്ച് പിന്നാലെ നടന്ന് ഗ്രൂം ചെയ്ത് ചെറുത് കൊടുത്ത് കുട്ടികളെ ഈ മയക്കുമരുന്നിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ കുട്ടികൾ കുറ്റക്കാർ എന്ന് പറയുന്ന രീതിയിലുള്ള പരിഹാര പ്രശ്നമല്ല. സാമൂഹികമായിട്ട് ഇടപെടലുകൾക്കാണ്, സാമൂഹിക മാറ്റങ്ങളാണ് ഒരുപക്ഷെ കുട്ടികളുടെ മനോഭാവത്തെയും കുട്ടികളുടെ ലോകാവബോധത്തെയും മാറ്റി തീർക്കുന്നു പറയുന്നത്. പിന്നെ ഈ ഹെക്ടർ പീറ്റേഴ്സിൻ്റെ പേരിൽ വലിയൊരു സ്മാരകമൊക്കെ ദക്ഷിണാഫ്രിക്കയിലുണ്ട്. അപ്പോൾ ഒരു സ്കൂളാണ് അതിനെ മാറ്റി തീർത്തത്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആരാണ് ഈ പരിഹാരം നിർദ്ദേശിക്കുന്ന ആളുകൾ?
ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡ് എന്ന് പറയുന്ന പ്രശ്നം വന്നു. ആരാ പരിഹാരം നിർദ്ദേശിച്ചത്? പല പരിഹാരം നാട്ടിലുണ്ടായി. ഇപ്പോൾ ഈ ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച ചില ആളും ചില പരിഹാരം നിർദ്ദേശിച്ച ചില ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച ഒരു ഡോക്ടറാണ് പറഞ്ഞത്, നിങ്ങൾ ഉപ്പ് വെള്ളം മൂക്കിലുറ്റിച്ചാൽ കോവിഡ് മാറുന്നത്. അതും വാർത്തയിൽ വന്നു. പക്ഷേ എന്ത് പരിഹാരത്തെയാണ് നമ്മൾ ഉൾക്കൊണ്ടത്? എന്ത് പരിഹാരത്തെയാണ് നമ്മൾ അംഗീകരിച്ചത്? എന്ത് പരിഹാരമാണ് പിന്തുടർന്നതെന്ന് ചോദിച്ചാൽ ആ മേഖലയിലുള്ള അതിൻ്റെ ഒരു ചരിത്രം വളർച്ചയറിയാവുന്ന പ്രൊഫഷണൽ എന്ന് നമുക്ക് വിളിക്കാവുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകൾ ചേർന്ന് മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് ഒരു അംഗീകരിക്കപ്പെട്ടത്. വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം പ്രശ്നം വരുമ്പോൾ ആരാണ് ഇതിന് ഉത്തരം പറയുന്നത്? ആരാണ് പരിഹാരം നിർദ്ദേശിക്കുന്നത്? ഏത് ചർച്ചയാർക്കാണ് പ്രാമുഖ്യം കിട്ടുന്നത്? അത് ഈ കെട്ടുപൊട്ടിയാൽ താഴെ വീണ് എൻ്റെ മതം ഉടഞ്ഞു പോകുമോ എന്ന് പഠിക്കുന്ന മതത്തിൻ്റെ ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ കേസുകളെ മാത്രം കാണുന്ന പോലീസുകാരോ എക്സൈസുകാരോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുകളോ പറയുന്നത്, അതുമല്ലെങ്കിൽ പൊതുവെ പിന്നെ ഈ എന്താ പറയുന്ന ഒരു സിനിമ എടുക്കുന്ന ആളുകൾ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നം അതിനകത്ത് കിടക്കുന്നുണ്ട്. ഈ ടീച്ചിങ് എന്ന് പറയുന്ന, പഠിപ്പിക്കുന്ന ആളെന്ന് പറയുന്ന ആളുടെ ഒരു പ്രൊഫഷണലിസം എന്താണെന്നുള്ള ചോദ്യം നമുക്ക്. ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, അയാളുടെ ഒരു പ്രൊഫഷൻ എന്താണ്? അയാൾക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ അറിയാം, അല്ലേ? രോഗികളെ കണ്ടിട്ട് അയാളുടെ ഈ പിന്നെ ലക്ഷണങ്ങൾ കണ്ടിട്ട് നിർണയം നടത്തുക എന്നുള്ളതാണ് അയാൾക്കുള്ള ഒരു കഴിവ്. ആ നിർണയം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരമായിട്ട് ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച പരിഹാരങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നിർദ്ദേശിക്കാനും അയാൾക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് അയാൾക്കുണ്ടാകുന്ന പ്രൊഫഷൻ. പക്ഷേ ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഈ TTC എന്ന് പറഞ്ഞൊരു കോഴ്സ് ഇപ്പോൾ അതില്ല. ഇപ്പോൾ DLED എന്നുള്ള BEd എന്ന് പറയുന്നൊരു കോഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്തു. കോളേജിലാണെങ്കിൽ ഇങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾക്ക് കുറച്ച് അറിവുണ്ടായാൽ മതി, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് പേപ്പർ ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് അധ്യാപകനാകും. എന്താണ് ഇവർക്കുണ്ടാകുന്നത്? ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ നാട്ടിൽ ട്യൂഷൻസ് ഉണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ധാരാളം സ്ഥാപനം നമുക്കറിയാം. അവിടെയുള്ള ഒരാളുടെ ഇങ്ങനെ പരിശീലനത്തൊന്നും പോയവരല്ല. ഇപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ ഒരു ഇതിലില്ലെങ്കിൽ ഒരാളെ വിളിച്ചിരുത്തിയിട്ട് അയാളോട്, ഇപ്പം ഞാൻ ഒരു ദിവസം മഞ്ചേരി പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ വലിയ ആൾക്കൂട്ടം കണ്ടിട്ട് എന്താ അവിടെ നടക്കുന്നതിനെ പോയി നോക്കുമ്പോൾ ഒരാൾ എന്നിട്ട് വെറുതെ ഇങ്ങനെ വർത്താനം പറയുകയാണ്. എന്താ ചെയ്യുന്നത് വെച്ചാൽ, പുള്ളി ഈ പിന്നെ ഒരു ഫാർമസിയുടെ വയറിളകാനുള്ള ഗുളിക വലിയ കുപ്പിയിൽ നിന്ന് പൊട്ടിച്ച് ചെറിയ കുപ്പിയിലാക്കി ചെറിയ കുപ്പിയാക്കി വിൽക്കുക മാത്രമാണ് അയാൾ ചെയ്യുന്നത്. അതാണ് പ്രോഡക്റ്റ്. പക്ഷേ അവിടെ ആൾക്കാർ വാ പൊളിച്ച് ഇങ്ങനെ നിന്ന് ഇയാൾ സംസാരം കേൾക്കുകയാണ്. കാരണം ഇദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ രസകരമായി, വളരെ ആളുകൾക്ക് കൗതുകം ഉണർത്തുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചില ആളുകൾ 5 രൂപ 10 രൂപ എടുത്ത് വാങ്ങുന്നുണ്ട്. പക്ഷേ അത്ര തിരക്കിട്ട് പോകുന്ന ആൾക്കാർ ഒരു 10 മിനിറ്റെങ്കിലും ഇയാൾ ഈ പറയുന്നത് കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരാൾക്ക്, ആശയവിനിമയ ശേഷിയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പടിയാണ് ഇത് എന്നാണ് ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. പകരം ഇതിൻ്റെ ഒരു പ്രൊഫഷണലിസം എന്താണ്? എവിടെയാണ് ഈ എന്താ പറയുന്നത് ഒരു അധ്യാപകരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പിന്നെ കാര്യകാരണ ബന്ധത്തെയൊക്കെ മനസ്സിലാക്കി നിർദ്ധാരണം ചെയ്ത് എന്താണ് ദാർശനികമായി, എന്താണ് മനഃശാസ്ത്രപരമായി വിദ്യാഭ്യാസം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ചരിത്രപരമായ എൻ്റെ ദൗത്യം ഉൾക്കൊണ്ടുകൊണ്ട് ക്ലാസ് മുറിയിലുള്ള പഠനാനുഭവങ്ങളെ അത്തരത്തിൽ ആസൂത്രണം ചെയ്യാനുള്ള വൈദഗ്ധ്യം എവിടെയാണ് കിടക്കുന്നത്, അതെങ്ങനെയാണ് ഇയാൾ നേടുന്നത്, അതുണ്ടോ ഇല്ലയോ എങ്ങനെ അറിയാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് ഒരു പൊതുധാരണ രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ ഇവരുടെ നമ്മുടെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പെഡഗോജി എന്ന് നമ്മൾ പറയും, ബോധനശാസ്ത്രം എന്ന് പറയും. അപ്പോൾ ബോധനശാസ്ത്രത്തിൽ വൈദഗ്ധ്യം നേടിയ ആളുകളാണ്. പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോധനശാസ്ത്രത്തെക്കുറിച്ച് പ്രാഥമിക അറിവ് പോലും പലപ്പോഴും അങ്ങനെ പലർക്കും ഉണ്ടാകണമെന്നില്ല. ഇല്ലാത്ത ആളുകളും ഈ രംഗത്തുണ്ടാകും. അത് പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു പെഡഗോജിക് എക്സ്പേർട്സ് എന്ന് പറഞ്ഞിട്ട് ചില ആൾ ഉദാഹരണം, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങൾ എടുത്താണ്. അരവിന്ദ് ഗുപ്ത എന്ന് പറഞ്ഞൊരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അരവിന്ദ് ഗുപ്ത, ഇദ്ദേഹം ഒരു ഹോഷങ്കാബാദ് എന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് മധ്യപ്രദേശിലെ ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു പഠന പ്രവർത്തനം നടന്നു. അവിടെ ഒന്നുമില്ല, അവർക്ക് പഠിപ്പിക്കാൻ ഒരു സൗകര്യമില്ല. ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇദ്ദേഹം എന്ത് ചോദിച്ചാൽ അവിടെ കിട്ടുന്ന കാര്യങ്ങൾ, അവിടെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ രസകരമായിട്ടുള്ള പഠനോപകരണം ഉണ്ടാക്കി. ട്രാഷ് ടു ടോയ്സ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് വിളിച്ചത്. എന്നുവെച്ചാൽ വലിച്ചെറിഞ്ഞ് കളയുന്ന പാഴ് വസ്തുക്കളിൽ നിന്ന് പഠനോപകരണങ്ങൾ. ഇപ്പോൾ മാച്ച് സ്റ്റിക്സ് ആണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം. അത് വെച്ചിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള ഗണിത ക്രിയകളൊക്കെ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്തു. ഇന്നും ഇദ്ദേഹം വളരെ സജീവമായിട്ട് ഈ രംഗത്തുണ്ട്. അത് നമുക്കൊരു പെഡഗോജിക് എക്സ്പേർട്ട് എന്ന് വിളിക്കാവുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഒന്നുമില്ലായ്മയിൽ വളരെയധികം വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവിടെ നിന്നും ഇന്നൊവേഷൻസ്, കണ്ടെത്തലുകൾ നടത്തിയിട്ട് ഈ പരിഹാരങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവിടെ ഒരു പുതുമയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ
പഠനാന്തരീക്ഷത്തെ ആകെ മാറ്റുകയും പഠനത്തിൽ തൽപരരാകുന്ന ആളുകളായിട്ട് കുട്ടികളെ മാറ്റി നിർത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു എക്സാമ്പിളാണ്. മറ്റൊന്ന് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരുപാട് സ്റ്റോറി ടെല്ലേഴ്സ് ഉണ്ട്. ഇന്ത്യയിലെ കാര്യം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരു ഗീതാ രാമാനുജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആളെ കാണാം. പിന്നെ അവർ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. ഇന്നത്തെ ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട കഥ പറച്ചിലുകാരിയായിട്ട് അവർ. അപ്പോൾ കഥ പറയുക എന്ന സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നതിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ കഥ പറയലോ ഈ ടൂൾസ്, ടോയ്സ്, ലേണിംഗ് എയ്ഡ്സ് ഉപയോഗിക്കൽ പോലെയുള്ള ചില ഉദാഹരണങ്ങൾ എടുക്കാം. ഇതേപോലെ നിരവധിയായിട്ടുള്ള പെഡഗോജിക്കൽ ടൂൾസ് ഉണ്ട്, ബോധന മാർഗങ്ങളുണ്ട്, സംവാദമുണ്ട്, ചർച്ചയുണ്ട്, ഫീൽഡ് ട്രിപ്പുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും പഠനബോധന ഉപാധികളിൽ പ്രാവീണ്യമുള്ളവരും ആ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നവരൊക്കെ ആയിട്ടുള്ള ആളുകളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പെഡഗോജിക് എക്സ്പേർട്സായിട്ട് കരുതേണ്ടത്. അത് അങ്ങനെയുള്ള ആൾ വിളിക്കേണ്ടത്. അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിലും അത്തരത്തിലുള്ള ആളുകൾക്കൊരു പ്രാധാന്യം കൊടുക്കുന്നതിലും ഇത്തരത്തിലുള്ള ചർച്ചകളിലും പരിഹാരമാർഗ്ഗം ഉപയോഗിച്ച് അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്നതിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു. നമ്മളിപ്പോഴും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ആളുകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല പൊതുസമൂഹ സ്കൂളിനെ കാണുന്നത് ഈ പരീക്ഷ എഴുതി ജോലി കിട്ടാനുള്ളൊരു സ്ഥലം എന്നുള്ള തരത്തിൽ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രധാനമായിട്ടും നമ്മുടെ മധ്യവർഗ കേരളത്തിന് പ്രാധാന്യമുള്ള കേരളത്തിൽ സ്കൂളിനെ അവർ കാണുന്നത് നമുക്ക് കുട്ടികളെ വളർത്താൻ സൗകര്യം തരുന്നൊരിടമാണ്. എന്ന് വെച്ചാൽ കുറേ സമയം നമ്മൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ വരുന്ന പഠിക്കുന്നു, ആ സമയത്ത് വീട്ടിലിരുന്ന വലിയ പ്രശ്നമാണ് ഈ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, അതും നല്ല അച്ചടക്കമുള്ളൊരു സ്കൂളാണെങ്കിൽ ഒന്ന് പേടിക്കാനില്ല. അവിടെ കൊണ്ട് വിട്ടാൽ അവിടെ അടിച്ചൊതുക്കി അവിടെ ഇരുത്തിക്കൊള്ളും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് സമയം ഉറങ്ങുകയൊക്കെ ചെയ്താൽ പ്രശ്നം പരിഹരിക്കും. അങ്ങനെ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുക. അപ്പോൾ കുട്ടികളെന്ന് പറയുന്നത് ആരാണ്? കുട്ടികളെന്ന് പറയുന്നത് മുതിർന്നവർ അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യവും മുതിർന്നവർ അനുവദിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ മാത്രം ജീവിക്കേണ്ടവരാണ്. ലോകം ആരുടേതാണ്? ലോകം മുതിർന്നവരുടേതാണ്. അവിടെ നമുക്ക് ചോദ്യങ്ങൾ കൊണ്ടോ ഇടപെടൽ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങൾ, ഒരു ഡിസ്റ്റർബൻസ് ഈ കുട്ടികൾ ഉണ്ടാക്കാൻ പാടില്ല. അവരെന്ത് ചെയ്യണം? മുതിർന്നവർക്ക് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത തരത്തിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. അതിന് പറ്റുന്നൊരു സ്ഥലം, നല്ല ഡിസിപ്ലിൻ എന്ന് നമ്മൾ വിളിക്കുന്ന തരത്തിലുള്ള സ്കൂളായതുകൊണ്ടാണ് ആ സ്കൂളുകൾക്കൊന്നും പ്രാധാന്യം കിട്ടുന്നത്. അല്ലാതെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല, കുട്ടികളുടെ ശല്യം ഒഴിവാക്കാനുള്ള സ്ഥലം കൂടിയായിട്ടാണ് രക്ഷിതാക്കൾ പ്രധാനമായിട്ട് കുട്ടികൾ. മാത്രമല്ല പാരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ തുറന്ന പാരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സുകൾ എല്ലാവരും പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയും. അപ്പോൾ പാരൻസ് ആരാണ്? അച്ഛൻ, അമ്മ. പല സ്ഥലത്തും അച്ഛൻ ഇതിന് വലിയ ഗോളൊന്നുമില്ല. അപ്പോൾ അമ്മ എന്നുള്ള ഒരാളിലേക്ക് ചുരുങ്ങി. യഥാർത്ഥത്തിൽ അമ്മ, അച്ഛൻ എന്നുള്ള രണ്ടാളുകളെയോ അല്ലെങ്കിൽ അമ്മ എന്ന ഒരാളെയോ കണ്ടിട്ടൊന്നുമല്ല കുട്ടികൾ വളരുന്നത്. പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. കുട്ടികൾ കാണുന്ന റോൾ മോഡൽ, കുട്ടികൾ ഇടപഴകുന്ന ആളുകൾ, കുട്ടികൾ പലതും പഠിക്കുന്നത് സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, ഗ്രന്ഥശാലകൾ, തെരുവുകൾ, കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള നമ്മളെ സ്വാധീനിക്കുന്നതായിട്ടുള്ള നിരവധിയായിട്ടുള്ള സാമൂഹ്യ ഇടങ്ങളിൽ നിന്നാണ് കുട്ടിയുടെ വളർച്ചയെ സംബന്ധിച്ച് എന്താവണമെന്നുള്ള അയച്ച് എങ്ങനെ പെരുമാറണമെന്ന് കുറിച്ച് ധാരണ രൂപീകരിക്കുന്നത്. അതിനെ ചുരുക്കി കൊണ്ടുവന്ന് വീടിനകത്ത് ഒരു അച്ഛൻ, ഒരു അമ്മ, ഇവരാണ് ഈ പാരൻറ്റിങ് നടത്തി കുട്ടിയെ വികസിപ്പിച്ചത്. അച്ഛനമ്മ തന്നെ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പില്ലാതെയാണ് കുട്ടി ജനിക്കുന്നത്. കല്യാണം കഴിക്കുന്ന കുട്ടി ഉണ്ടാകുന്ന. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേക തയ്യാറെടുപ്പോ പ്രത്യേക പരിശീലനങ്ങളോ ഒന്നും ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അച്ഛനമ്മ ചിലപ്പം തൊഴിലാളികളായ അച്ഛനും അമ്മയും ജീവിക്കാനുള്ള പ്രശ്നങ്ങൾ, അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അവരവിടെ നിന്നൊക്കെ നിന്നിട്ട് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് കുട്ടിയോട് എങ്ങനെ കുട്ടി വന്നു, ഇനി ഇവനോട് ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ പെരുമാറണം എന്ന് മനസ്സിലാക്കി പെരുമാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പാരൻറ്റിങ് നടത്തുക എന്നൊക്കെ പറയുന്നത് ഒരു വളരെ വ്യക്തികേന്ദ്രീകൃതമായ അല്ലെങ്കിൽ കുടുംബത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന രീതിയാണ്. സാമൂഹ്യ പരിഹാരങ്ങൾ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വരുന്നില്ല. അവിടെ ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണവും അതിലുള്ള ദൃശ്യവും നമുക്ക് കാണാനില്ല എന്നുള്ളതാണ്. വിദ്യാലയം തന്നെ ഓരോ കുട്ടിയുടെയും വൈഭവത്തെ പരിപോഷിപ്പിക്കുന്ന ഇടമായിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കുട്ടികളുടെ ശാരീരിക, വൈകാരിക, മാനസിക വികാസം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. അധ്യാപകരുടെ മികവാണ് വിദ്യാലയ മികവായി മാറുന്നത്. കുട്ടി അറിയുകയും സമഗ്ര വികാസത്തിന് പിന്തുണ നൽകുകയും ചെയ്യലാണ് അധ്യാപകരുടെ കടമ എന്നുള്ള നിലയിൽ ഈ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ബാല്യം, ആദ്യ കുട്ടിക്കാലത്തിൻ്റെ അവസാനം, കൗമാരത്തിൻ്റെ പ്രാരംഭം, കൗമാരത്തിൻ്റെ അവസാനം തുടങ്ങിയിട്ടുള്ള ഈ ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ചയിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ കൗമാരം എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ എപ്പോഴും കൗമാരം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം. എന്ത് പ്രശ്നം? ആർക്ക് പ്രശ്നം? ആ കുട്ടികൾ ചോദിച്ചാൽ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്കാണ് പ്രശ്നം. അതൊരു വളരെ മനോഹരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം തലച്ചോറിൻ്റെ വികാസത്തിൽ ചില പ്രശ്നങ്ങൾക്കുണ്ട്. ഇപ്പോൾ വൈകാരിക നിയന്ത്രണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വൈകാരിക അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന അമിഗ്ദല പോലുള്ള തലച്ചോറിൻ്റെ ഭാഗങ്ങൾ വികാസം പ്രാപിക്കുകയും കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള തീക്ഷ്ണമായ വൈകാരിക അനുഭവം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ അതേ സമയത്ത് വിവേകപൂർവ്വം ചിന്തിക്കാനും തീരുമാനമെടുക്കാനും സഹായിക്കുന്ന ഫ്രോണ്ടൽ കോർട്ടക്സ് പോലെ
പോലെയുള്ള ഭാഗങ്ങളുടെ വികാസം പതിയെ നടക്കുള്ളൂ. അതൊരു 21-22 വയസ്സൊക്കെ കഴിഞ്ഞാലേ ആവുള്ളൂ. അതുകൊണ്ട് എടുത്തുചാട്ട സ്വഭാവം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമെങ്കിലും വൈകാരികമായി കുട്ടികളെ ഏറ്റവും സ്വാധീനിക്കാനുള്ള സാധ്യത അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെയാണ് കുട്ടികൾ പലതരത്തിൽ ഇപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ ചില പരിപാടികളൊക്കെ ഭാഗമായിട്ട് പോകുമ്പോൾ ഇപ്പോൾ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നില്ല. അത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ അവർ ഒരു തന്മയീ ഭാവത്തോടെ ഇതിനകത്ത് ഇടപഴകുന്നത് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്താണോ അവരുടെ ചുറ്റുമുള്ളത്, എന്താണോ അവർ കാണുന്നത്, എതിലാണോ ഇടപഴകുന്നത്, അതുമായിട്ട് യോജിക്കാനും ഒരു തന്മയീ ഭാവത്തോടെ ഇടപഴകാനും അവർക്ക് കഴിയുന്നതാണ്. ആശയാദർശങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന കാലമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് പ്രശ്നമായി കാണുന്നത് മുതിർന്നവർ ഒരു കംഫർട്ട്, നമ്മൾക്കൊരു കുട്ടികൾ കൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള മുതിർന്നവരുടെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. കുട്ടികളുടേത് കൂടിയാണ് ലോകം. ഇത്തരത്തിൽ ഹാഫ് കുക്ഡ്, മുഴുവൻ വളർച്ചയില്ലാത്ത തലച്ചോറുള്ള കുട്ടികളുടേത് കൂടിയാണ് ലോകം എന്ന തരത്തിലായി സമീപിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അപ്പോൾ ഓരോ ഘട്ടത്തിലും എന്ത് തരത്തിലുള്ള വളർച്ചാ വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത്, അതനുസരിച്ച് എന്ത് തരത്തിലുള്ള പഠനാനുഭവങ്ങളാണ് നൽകേണ്ടത് എന്ന ആലോചനയിൽ നിന്നിലേക്ക് നമ്മളിതിനകത്ത് പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് മുന്നോട്ട് വെക്കുന്ന വിമർശനം. അപ്പോൾ ഗുണമേന്മ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളർച്ചാഘട്ടങ്ങൾക്ക് അനുസരിച്ച് മാനസികവും ശാരീരികവും വൈകാരികവും സാമൂഹികവുമായിട്ടുള്ള ആരോഗ്യത്തെ കൂടി പരിഗണിക്കുന്നതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പഠനക്രമത്തിലാണ് ഇതിൻ്റെ യഥാർത്ഥ പരിഹാരം കിടക്കുന്നത്. അല്ലാതെ ഈ പഠനക്രമം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വയ്ക്കുകയും വേറൊരു സ്ഥലത്തു നിന്ന് ഒരു ഒറ്റമൂലി കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിൽ ഇതിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്ലൈഡ് എല്ലാം കാണിക്കുന്നില്ല, അപ്പോൾ എല്ലാത്തിലൂടെ പോകുന്നില്ല. ഈ മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ എല്ലാ കാലത്തും കുട്ടികളുണ്ടാവും. അത് ഒരു ബേസിക് ടെമ്പറമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പമുണ്ട്. ഉദാഹരണത്തിന് കുട്ടികളെ വളർത്തുന്ന ആളുകൾ എന്താണ് ചെയ്യാൻ ആലോചിക്കുന്നത്? കുട്ടികളെ വളർത്തുന്ന ആളുകൾക്ക് കുട്ടികൾ എങ്ങനെയൊക്കെ ആയിത്തീരണം എന്ന് ചില ആഗ്രഹങ്ങൾ, ചില സങ്കല്പങ്ങൾ. അപ്പോൾ അവർ ശ്രമിക്കുന്നത് കുട്ടികൾ അങ്ങനെ ആക്കി തീർക്കാനാണ്. പക്ഷേ കുട്ടി ജനിച്ചപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു അടിസ്ഥാന സ്വഭാവങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ചില ആളുകൾ വിളിക്കില്ലേ, അയാൾ ഒരു പെർഫെക്ഷനിസ്റ്റാണ് എന്ന് പറയും. ചില ആളുകൾ പ്രോക്കാസ്റ്റിനേഷൻ, അല്ലേ, നമ്മൾ മാറ്റി വയ്ക്കുക അവസാനം എങ്ങനെ ഒപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ളൊരു സ്വഭാവ രീതി എപ്പോഴാണ് നമ്മളുണ്ടായത്? ആലോചിച്ച് നോക്കിയാൽ കുട്ടിക്കാലം മുതലേ ഈ സ്വഭാവം ഇങ്ങനെ വരുന്നുണ്ട്. അത് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഒരു അടിസ്ഥാന സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ അത്രയും അയാൾ അതിനകത്ത് ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തണം. അല്ല, ഓരോ സാഹചര്യം എടുത്തു. പണ്ട് പിന്നെ ഈ എന്താ പറയുന്നത്, ഇപ്പോൾ ഈ ക്ലാസ് ആളുകളൊക്കെ വീണ്ടും കോളേജുകളിലും സ്കൂളുകളിലൊക്കെ കൂടിച്ചേരുന്നുണ്ടല്ലോ. അപ്പോൾ കാണുമ്പോൾ പലരും പറയും, കണ്ടോ, അപ്പോൾ അതേ പഴയ അതേ സ്വഭാവം ഇയാൾക്ക് ഇപ്പോഴും, അല്ലേ, 50 വയസ്സ് കഴിഞ്ഞ് എന്നിട്ട് ഇപ്പോഴും അതേ സ്വഭാവമാണെന്ന് പറയും. അപ്പോൾ അടിസ്ഥാന സ്വഭാവങ്ങൾ വലിയ മാറ്റില്ല. അപ്പോൾ ഈ ടെമ്പറമെൻറ്റ് അടിസ്ഥാന സ്വഭാവത്തിൽ കുട്ടികളിൽ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രത്യേകത അനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ പിന്നെ വലിയ ടാസ്കുകൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ടെമ്പറമെൻറ്റുള്ള കുട്ടികളുണ്ടാവും. ചില ആളെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കില്ല. അതുകൊണ്ട് ഒരേ തരത്തിലുള്ള ടാസ്കുകൾ, ഒരേ തരത്തിലുള്ള പഠനരീതി, ഒരേ തരത്തിലുള്ള പഠനാനുഭവങ്ങൾ, ഒരേ തരത്തിലുള്ള ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ, ഞങ്ങൾ ഇതായിത്തീരണമെന്ന് കുട്ടി ആഗ്രഹിക്കുന്നുവെന്ന് കുട്ടിയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ തീരുമാനമെടുക്കുന്ന രക്ഷിതാക്കൾ ഇങ്ങനെയുള്ള പരീക്ഷകൾ എഴുതാനാണ്, ഇങ്ങനെയുള്ള ജോലി എത്തലാണ് ഈ കുട്ടികൾ മുഴുവൻ ചെയ്യേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഇതിനു വേണ്ടി പരിഹാരം. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരാൾ വിദ്യാഭ്യാസത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് വലിയ ചർച്ച നടക്കുമ്പോൾ അതിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു ഡോക്ടറാണെന്നും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ വരുന്ന പല കുട്ടികളും ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം 2-3 പേര് വന്നു. അവരുടെ കസിൻസൊക്കെ അവിടെയാണ്, അവരും പോവാണ്. പക്ഷെ അവരുടെ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷിന് വലിയില്ല, ജർമ്മനാണ് ഭാഷ. അപ്പോൾ ജർമ്മൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, സ്കൂളുകളിൽ ഇനി ജർമ്മൻ പഠിപ്പിക്കണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പരിഹാരമാർഗ്ഗം. അപ്പോൾ ഈ കുട്ടികൾ മുഴുവൻ കയറ്റി അയക്കപ്പെടേണ്ടവരാണ്. ചെന്നിറങ്ങുന്ന വിമാനത്താവളത്തിലെ ഭാഷ ഇപ്പോഴേ പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കലാണ് വിദ്യാഭ്യാസത്തോടെ ചെയ്യേണ്ടതെന്ന് ബാധിക്കും. നമ്മൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒറ്റമൂലി നമ്മൾ കാണുന്ന, നമ്മൾ പരിചയിച്ച സമൂഹത്തിൻ്റെ ആളുകളെ മാത്രം വെച്ചുകൊണ്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ്. യഥാർത്ഥത്തിൽ കുട്ടികളെ സമഗ്രമായി കണ്ടുകൊണ്ടുള്ള ഒരു ചർച്ചയുമല്ല, നിർദ്ദേശവുമല്ല എന്നുള്ളതാണ്. ഈ 2018 SCERT നടത്തിയൊരു പഠനത്തിൽ തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മാനസികോന്മേഷം നൽകുന്ന സ്കൂൾ തല പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും നിലവിലുള്ള വിദ്യാലയ സംവിധാനങ്ങൾ അത് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വന്നൊരു സങ്കല്പമാണ് സേഫ്, ഹെൽത്തി ആൻഡ് ഹാപ്പി സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ സേഫായ, ഹെൽത്തിയായ, ഹാപ്പിയായ സ്കൂൾ എന്നുള്ള സങ്കല്പത്തിലേക്ക് പഠന പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ ഈ വിദ്യാലയത്തിൻ്റെ ആകെ ചട്ടക്കൂടിനെയും മാറ്റിയെടുക്കുകയും പകരം ക്ലാസ് മുറികൾ ഇങ്ങനെ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മുമ്പന്മാരെയും പിമ്പന്മാരെയും സൃഷ്ടിക്കുന്ന കുറച്ചാളുകളെ മിടുക്കരെന്നും കുറച്ചാളുകളെ മോശക്കാരെന്നും ചാപ്പ കുത്തുന്ന ഒരിടമായി മാറുകയും അതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം കൊണ്ട് കുട്ടികൾ പലതരത്തിൽ പോകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ഒറ്റമൂലി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ശരിയായ ഒരു ആലോചനയിൽ നിൽക്കുന്ന ഒരു പരിഹാരം അല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഈ കാര്യങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഏത് തരത്തിലുള്ള രേഖയെടുത്ത് പരിശോധിച്ചാൽ അത് പറയുന്നു. അത് കേരള കരിക്കുലം ഫ്രെയിംവർക്കാകാം, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കാകാം, പിന്നെ
നമ്മളുടെ പഠന സമീപനത്തെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള രേഖകൾ ഇതെല്ലാം പറയുന്നത് കുട്ടിക്ക് അർത്ഥപൂർണവും ആനന്ദകരമായ അനുഭവമായിട്ട് പഠനത്തെ മാറ്റണം എന്ന് തന്നെയാണ്. അത് പ്രക്രിയാബന്ധിതമായിട്ട് നടക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ഫ്രീഡം റൈറ്റേഴ്സ് ഡയറി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടായതിൻ്റെ ഒരു ചരിത്രം ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അത് വാഷിങ്ടണിലുള്ള വുഡ്രോ വിൽസൺ സ്കൂളിലെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അവരുടെ പേര് എറിൻ ക്രൂവൽ എന്ന് പറയുന്നൊരു ടീച്ചറെ, എറിൻ ക്രൂവൽ. അപ്പോൾ ഈ ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറാണ്. ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാൻ നോക്കിയപ്പോൾ അവർ മനസ്സിലായി അവർ പഠിപ്പിക്കാൻ വന്ന കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വലിയ വംശീയമായിട്ടുള്ള വേർതിരിവ് നിലനിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കുട്ടികളോട് ഈ ടീച്ചർ സംസാരിച്ചു. അപ്പോൾ ഈ ടീച്ചർ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. ഞാൻ വളരെ ചുരുക്കി പറയാം, 2 മിനിറ്റ് അവസാനിപ്പിക്കാം. ചുരുക്കി പറയുകയാണ്. അങ്ങനെ കുട്ടികളെ കൊണ്ട് ഡയറി എഴുതാൻ തുടങ്ങി. അപ്പോൾ കുട്ടികൾ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ എഴുതി. അതിന് ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയൊക്കെ അവർ റെഫർ ചെയ്യാൻ ഉപയോഗിച്ചു എന്നാണ്. അങ്ങനെ ആ കുട്ടികൾ എഴുതിയ ഡയറിയെ സമാഹരിച്ച് ഇറക്കിയ പുസ്തകമാണ് ഫ്രീഡം റൈറ്റേഴ്സ് ഡയറി എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിന് മുഴുവൻ പേര് ഫ്രീഡം റൈറ്റേഴ്സ് ഡയറി, ഹൗ എ ടീച്ചർ ആൻഡ് 150 കിഡ്സ് യൂസ്ഡ് റൈറ്റിംഗ് ആസ് എ ടൂൾ ടു ചേഞ്ച് ദംസെൽസ് ആൻഡ് ദ വേൾഡ് അറൗണ്ട് ദം എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. എഴുത്ത് എന്ന് പറയുന്ന ഒരു ടൂളിനെ, ഒരു മാധ്യമത്തെ സ്വയം മാറാനും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മാറ്റി തീർക്കാനും എങ്ങനെയാണ് ഒരു ടീച്ചറും കുട്ടികളും ഉപയോഗപ്പെടുത്തിയതെന്ന് വിശദീകരിക്കുന്ന പുസ്തകമാണ് ഫ്രീഡം റൈറ്റേഴ്സ് ഡയറി. അപ്പോൾ വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യത്തെ മനസ്സിലാക്കി ബോധനമാധ്യമം, ഏറ്റവും അനുയോജ്യമായ ബോധനമാധ്യമം ഉപയോഗിച്ച് കുട്ടികളെ തന്നെയും സമൂഹത്തെയും മാറ്റി തീർക്കുന്ന ആളുകളെയാണ് നമുക്ക് പെഡഗോജിക് എക്സ്പേർട്സ് എന്ന് വിളിക്കാൻ കഴിയുക. അത്തരത്തിലുള്ള ആളുകളുടെ ഇടപെടലാണ്, അത്തരത്തിലുള്ള ആളുകൾ വളർത്തിയെടുക്കലാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഇത് പിന്നെ ഫ്രീഡം റൈറ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഹിലാരി സോക്കൊക്കെ അഭിനയിച്ച വലിയ പോപ്പുലറായിട്ടുള്ള സിനിമയായിട്ട് മാറി. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നിരവധി നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വളരുമ്പോൾ മാത്രമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക എന്ന് ആണ് അവസാനമായിട്ട് ചുരുക്കി പറയാനുള്ളത്. നന്ദി.